നമസ്കാരം. മുൻകാലങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ നാട്ടിൽ കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും ഗുണ്ടകളുടെയും ആക്രമണങ്ങളും അപഹരണങ്ങളും വർദ്ധിച്ചു വരികയാണ്. മറ്റുള്ളവരെ നമുക്ക് പിടിച്ചെടുത്ത് സമ്പാദിച്ചു കൂട്ടാനും ആർഭാട ജീവിതം നയിക്കാനും മറ്റുള്ളവരെ കൊള്ളയടിക്കുന്നു. സ്ത്രീകളുടെ മാല ഒട്ടിച്ചുകൊണ്ട് ബൈക്കിൽ കടന്നു കളയുന്നതോ നിത്യസംഭവമാണ്. കൊള്ളക്കാരുടെ കയ്യിൽ അകപ്പെട്ട് വഴിയരികിൽ അർദ്ധപ്രാണനായി കിടന്ന ഒരു മനുഷ്യനെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടാൻ സഹായിച്ച ഒരു സംഭവം കേട്ടാലും. ഒരിക്കൽ ഒരു ന്യായശാസ്ത്രി യേശുക്രിസ്തുവിന്റെ അടുക്കൽ ചെന്നിട്ട് ചോദിച്ചു, നിത്യജീവൻ അവകാശപ്പെടാൻ എന്ത് ചെയ്യണം? ദൈവത്തെ പൂർണ്ണതയോടെയും കൂട്ടുകാരനെ തന്നെപ്പോലെ സ്നേഹിക്കണമെന്നാണ് യേശുക്രിസ്തു ഉദ്ദേശിച്ചത്. അപ്പോൾ ന്യായശാസ്ത്രിക്ക് അടുത്ത സംശയം, തന്റെ കൂട്ടുകാരനാര്? ഈ ചോദ്യത്തിന് കർത്താവ് മറുപടി പറയാനില്ല. ഒരിക്കൽ ഒരു മനുഷ്യൻ യെരൂശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് യാത്ര ചെയ്യുകയാണ്. യെരൂശലേം നഗരം, ദാവീദിന്റെ പട്ടണം, വിശുദ്ധ പട്ടണം, സത്യനഗരം എന്നീ പേരുകളിലാണ് അറിയപ്പെടുന്നത്. യെരൂശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് 19 മൈൽ ദൂരമാണുള്ളത്. ഇതുവഴിയെ കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും വിഹാരരംഗമാണ്. ഈ വഴി തന്നെ യാത്ര ചെയ്യുന്നത് അപകടകരമാണ്. ഒറ്റയ്ക്ക് യാത്ര ചെയ്ത ഈ മനുഷ്യനെ കൊള്ളക്കാരെ ആക്രമിക്കപ്പെട്ടു. അവർ അവന്റെ വസ്ത്രമെല്ലാം അഴിച്ച് അവനെ മാരകമായി മുറിവേൽപ്പിച്ചു. മരിച്ചു കാണുമെന്ന് കരുതി അവർ അവനെ വഴിയരികിലുള്ള സ്ഥലപ്പെട്ടു. അയാൾ ബോധരഹിതനായി നീന്തിയിറങ്ങി അവിടെ തന്നെ കിടന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അതുവഴി ഒരു പുരോഹിതൻ കടന്നു. അയാൾ മുറിവേറ്റ മനുഷ്യനെ കണ്ടെങ്കിൽ കാണാത്ത മട്ടിൽ വേഗം മുന്നോട്ട് നടന്നു. ഒരുപക്ഷെ ദേവാലയത്തിൽ ശുശ്രൂഷ തുടങ്ങുന്ന സമയമായിരുന്നില്ല, അല്ലെങ്കിൽ തന്നെ കൊള്ളക്കാർ ആക്രമിക്കുമോ എന്ന് ഭയപ്പെട്ടിട്ടുമാകാം. രക്തം പുരണ്ടു കിടക്കുന്ന മനുഷ്യനെ ഒറ്റ കരുതുന്ന ബുദ്ധിമുട്ട് തള്ളിക്കളയാനാവില്ല. ഈ പ്രതാപിലൊക്കെ തലയിട്ട് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട എന്ന് കരുതിയിട്ടുമാകാം അയാൾ പോയത്. കുറച്ചു കഴിഞ്ഞപ്പോൾ അതുവഴി വന്നത് തിരികെയാണ്. അയാൾ മുറിവേറ്റ മനുഷ്യനെ അല്ലെങ്കിൽ നിർവികാരനെ കടന്നു. ഇങ്ങനെ എത്ര അപകടങ്ങൾ ഈ വഴി നടക്കുന്നു. നമുക്ക് എന്റെ കാര്യം എല്ലാ വഴിപോക്കും മുറിവേറ്റ് കിടക്കുന്നതിന് ഞാൻ എന്ത് വേണം എന്നെല്ലാം ചിന്തിച്ചിട്ടാണ് അയാളും സ്ഥലം വിട്ടത്. അത് കഴിഞ്ഞ് വന്നതോ ഒരു ശങ്കക്കാരനാണ്. മുറിവേറ്റ മനുഷ്യനെ കണ്ണിലൂടെ വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങി. കഷ്ടം, പാവ മനുഷ്യനെ കൊള്ളക്കാർ ക്രൂരമായി ആക്രമിച്ചു. അയാൾ തന്റെ വസ്ത്രം കീറി മുറിവുകളെല്ലാം വൃത്തിയാക്കി അയാളെ കോരിയെടുത്ത് വണ്ടിയിൽ കെട്ടി വഴിയമ്പലത്തിൽ എത്തിച്ചു. വഴിയമ്പലക്കാരനും ശമരിയക്കാരനായ ശുശ്രൂഷകളെല്ലാം ചെയ്തു. കുടിക്കാൻ വെള്ളവും കഴിക്കാൻ ലഘുഭക്ഷണങ്ങളും നൽകി. ശമരിയക്കാരൻ അന്ന് രാത്രി അവിടെ താമസിച്ചു. പിറ്റേന്ന് അവിടെ നിന്ന് പോകാൻ നേരത്ത് 2 വെള്ളിക്കാശെടുത്ത് വഴിയമ്പലക്കാരനെ കൊടുത്തിട്ട് പറഞ്ഞു, ഇതിരിക്കട്ടെ, ഇനിയും വല്ലതും ചിലവാകുകയാണെങ്കിൽ ഞാൻ തിരികെ വരുമ്പോൾ നൽകിക്കൊള്ളാം. ഈ കഥ പറഞ്ഞതിന് ശേഷം കർത്താവ് ന്യായശാസ്ത്രി ചോദിച്ചു, ഇതിലാരാണ് ആ മുറിവേറ്റ മനുഷ്യന്റെ യഥാർത്ഥ കൂട്ടുകാരൻ? ന്യായശാസ്ത്രി ഉടനെ പറഞ്ഞു, കൊള്ളക്കാരനെ കാണിച്ചാൽ മതി. കർത്താവ് പറഞ്ഞു, നീയും അങ്ങനെ തന്നെ വിളിച്ചില്ല. പ്രിയ കൂട്ടുകാരെ, ഇതിൽ ഏത് കൂട്ടത്തിലാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്? മറ്റുള്ളവരെ പിടിച്ചു പറിച്ചെടുത്ത് സമ്പാദിക്കുന്ന കൊള്ളക്കാരെ